കള്ളനായി എന്റെ ഞാൻ ഒരു കാര്യം സസ്പെൻഷൻ ചിലപ്പോ മാറും, ചിലപ്പോ ഭാഗ്യമുണ്ടെങ്കിൽ. ഭാഗ്യമുണ്ടെങ്കിലല്ല, ചന്ദ്രനെ അവന്റെ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് അങ്ങനെ ചന്ദ്രനെ വീട്ടിൽ കൊണ്ട് നിർത്താന്ന് പറയാം 5 ദിവസം. നമുക്ക് അങ്ങനെ അങ്ങനെയാണ് എനിക്ക്. പക്ഷെ ചന്ദ്രന് ഗ്യാങ് റെസ്ട്രിക്ഷൻ ഉണ്ട് എന്തായാലും. എടാ അങ്ങനെ 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 ഓച്ചാരത്തിൽ മറ്റേ ചന്ദ്രന് ഗ്യാങ് റെസ്ട്രിക്ഷൻ കൊടുത്തിട്ട് ബാക്കി ഗ്യാങ് സസ്പെൻഷൻ വേണ്ട. ഗ്യാങ് റെസ്ട്രിക്ഷൻ കൊടുത്തു നോക്കാൻ പറ. പിന്നെ പീടിയിൽ തൂറ് വെക്കും ചില ദിവസം പോയി. ഇല്ല ഒരു സംശയമില്ല പാപ്പ, അത് ഒരു സംശയമില്ല. ചന്ദ്രൻ പിന്നെ ഇല്ലേ, ചന്ദ്രൻ നീ ഒരു കോടീശ്വര സ്ഥാനത്തുള്ള ഒരാളാണോടാ ടിവിയുടെ. ഇല്ല ഇതൊരു പീടി വണ്ടിയാണ്. പണ്ടൊക്കെ ഞാൻ എന്തോരം നിറച്ചിട്ടുള്ളതെന്ന് അറിയാം. നീ ഒരു മെമ്പർ ആയിരുന്നു, നിനക്ക് ഇന്ന് റെസ്പോൺസിബിലിറ്റീസ് കൂടുതലാണ് ചന്ദ്ര. അണ്ണ ഇത് അണ്ണന്റെ കോളിഡർ അണ്ണനെ സസ്പെൻഷൻ ആക്കിയ സമയത്ത് നടന്നു പോയത്, അതുകൊണ്ടല്ലേ റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറിയത്. അണ്ണനെ പറ ഇംഗ്ലീഷ് ഉണ്ട് അണ്ണ, എന്താണ് ഇതൊക്കെ? അപ്പൊ നിന്നെ ഒരു 2 ദിവസം സസ്പെൻഡ് ചെയ്താൽ നിന്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഇതാവും, ഇത്രക്ക് ഇമ്മച്ചുവർ ആവോ നീ പെട്ടെന്ന്? അണ്ണ അതന്നെ അണ്ണ പറഞ്ഞില്ലേ ഞാൻ സസ്പെൻഡ് ആണ്, അപ്പൊ ഞാൻ കുറച്ചൊരു ഫ്രീ ആയി. പിന്നെ ചന്ദ്ര ചന്ദ്രന്റെ മുടിയും ഇതൊക്കെ ഇട്ടിട്ട് മിസ്റ്റർ എക്സിന് മീറ്റിംഗിന് പോയായിരുന്നു. സൂപ്പറാ, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. അതിന് ചിലപ്പോ വേറെ സസ്പെൻഷൻ വരും കേട്ടോ. അതായത് നമ്മുടെ ഇതുണ്ടല്ലോ ബസ്സുവരെ, ഏതാ നമ്മുടെ ആളില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചന്ദ്രന്റെ മുടിയും ഇതെല്ലാം ഇട്ടിട്ട് പോയി. അത് ദൈവം തൂക്കി എന്നോട് പറഞ്ഞത് മിക്കവാറും അതിന് സസ്പെൻഷൻ വരുമെന്നാ കേട്ടത്. ഒരു പ്രശ്നം എനിക്ക് തള്ളക്കുളി പറയുന്ന ഇങ്ങേര് പക്ഷെ ചന്ദ്രൻ ചെയ്തതിനെക്കാട്ട് വലിയ ഇത് ശരിയല്ല. ഇത് എന്ത് കോഹ്ലിയുടെ തന്നെ ഇങ്ങനെ സസ്പെൻഷൻ മേടിക്കുകയാണെങ്കിൽ നമ്മളെ പോലെയുള്ള സ്വാധീനം ഇല്ലാത്തൊരു സസ്പെൻഷൻ മേടിച്ചതെന്ന് നമ്മളാണ് സസ്പെൻഷൻ ട്രെൻഡ് കൊണ്ടുവന്നത്. ഇതൊക്കെ നമ്മുടെ തലയിലോട്ടാണ് വരുന്നത്, നമ്മള് കാരണമാണ് വീണ്ടും ഇങ്ങനെ ആവുന്നതെന്ന്. നമ്മളാണ് ഫസ്റ്റ് സസ്പെൻഷൻ ടിവിക്ക് കൊണ്ട് തന്നത്. ഇപ്പൊ സ്വാധീനം ഇല്ലെന്നല്ലേ സ്വാധീനം ഉണ്ടായിരുന്ന കാലത്ത് നമ്മളൊക്കെ ചെയ്തില്ല. നീ എന്തോ ടിവിക്ക് വേണ്ടി എന്തോ എവിടുന്ന് ഒരു പൊൻതൂവൽ കൊണ്ട് തന്നത് പോലെ പറയണ കണ്ണാപ്പി നമ്മളോട്. അബദ്ധം വെച്ച സസ്പെൻഷൻ അല്ലേ അണ്ണാ. ചന്ദ്രൻ ഇങ്ങനെ ചെയ്യുമ്പോ നമുക്ക് ചെയ്യാനുള്ള തല കണ്ടല്ലേടാ വാല് പഠിക്കുന്നേ. മൂത്തവര് ചെയ്തല്ലേ ഇളവര് പഠിക്കുന്നേട്ടാ. ഒരു കാര്യം എല്ലാവരുടെ ഒന്നും പറയാണ്, നമ്മളെല്ലാരും ഒന്ന് എല്ലാം സെറ്റായി ഒന്ന് കളിച്ചൊക്കെ വരുവാണ്. ഞാൻ 2026 നമ്മൾ നല്ലൊരു തുടക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം തന്നെ ഒരു സസ്പെൻഷൻ മേടിക്കുന്നത് ഭയങ്കര ബാഡാ. അതുകൊണ്ടാണ് ഞാൻ പറയണത്, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മളെല്ലാരും ഇപ്പം ഒന്നാമത്തെ കാര്യം നമുക്ക് സിറ്റുവേഷൻ ഭയങ്കര കുറവായി. ഇപ്പൊ നിങ്ങൾ ഈ 14 ദിവസം സസ്പെൻഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും സിറ്റുവേഷൻ ഒന്നും എടുക്കാതെ മുരടിച്ച് പോയി തിരിച്ചു വന്ന് കണ്ടികളുടെ അടിയും മേടിച്ച് ഡിപ്രഷനായി ഒരു 3 മാസത്തെ ബ്രേക്കും ആവും. സസ്പെൻഷൻ കിട്ടിയ നമ്മളെ തല്ലുണ്ട സിറ്റി കിട്ടുമ്പോ അല്ല ഞാൻ പറയണെന്ന് പറഞ്ഞാൽ അങ്ങനെ ആവൂടാ. അത് സസ്പെൻഷൻ ആയി കഴിഞ്ഞാൽ അങ്ങനെയാവും. ചന്ദ്രനെ 30 ദിവസത്തേക്ക് ഗാങ്ങിന്ന് റെസ്ട്രിക്ട് ചെയ്തു. അത് കുഴപ്പമില്ല, അതൊരു കുഴപ്പമില്ല. ഒരു വഴി എന്താ ചന്ദ്ര ഭരത് സാറിനെ ഒന്ന് പോയി കാണണ്ട പോലെ നേരെ സാഷ്ടാംഗ പുള്ളിയുടെ കാലിലോട്ട് ഇങ്ങനെ അങ്ങ് വീഴ. ടിവിക്ക് വേണ്ടി അതെങ്കിലും ചെയ്യണം ചന്ദ്ര. ഇല്ല ഒരിക്കലും അത് ഞാൻ ചെയ്യില്ല, അത് ചന്ദ്രൻ ചെയ്യില്ല ഒരിക്കലും. ഞാൻ ചാകണം പരന്തോസം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പറയാം. ഗ്യാങ് റെസ്ട്രിക്ഷൻ ചിലപ്പോ 30 ദിവസമായിരിക്കും, ഞാൻ പക്ഷെ 90 ദിവസത്തെ സസ്പെൻഷൻ തരും. ഇല്ല 90 ദിവസം ഗ്യാങ് സസ്പെൻഷൻ തരും, കോ ലീഡറിൽ നിന്നല്ല. 90 ദിവസം ഗ്യാങ് സസ്പെൻഷൻ തരും. ഗ്യാങ് സസ്പെൻഷൻ തരും 90 ദിവസം. ഇത് ടിവിക്ക് ഗ്യാങ് സസ്പെൻഷൻ കിട്ടിയാൽ നിനക്ക് 90 ദിവസം സസ്പെൻഷൻ. അപ്പൊ 14 ദിവസം ഗ്യാങ് സസ്പെൻഷൻ, 90 ദിവസം നിന്റെ സസ്പെൻഷൻ ചേർത്ത് 104 ദിവസം. 2027 പോയിട്ട് വാ. ഒരു മിനിറ്റ് ഇത് എന്റെ ഗ്രൂപ്പിൽ പിള്ളേരെ ആക്റ്റീവ് ആയിക്കോട്ടെ. ഒരു മിനിറ്റ്, പുറത്തൊരു ഓളം ഉണ്ടാക്കും ഞാൻ.
എവിടെ ഓളം ഉണ്ടാക്കിയാലും പുറത്തുള്ളവന്മാരല്ലല്ലോ ഡിസിഷൻ എടുക്കുന്നത്. എവിടെ ഓളം ഉണ്ടാക്കിയാലും ഒരു ഓളം പിള്ളേരെ ഒരു ചന്ദ്രന് വേണ്ടി വാദിക്കുന്ന ഓരോ ആൾക്കാർക്കും ചന്ദ്രന് കൊടുത്തത് +1 മന്ത് വെച്ച് എന്തിരും. എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൈവയ്ക്ക് ചന്ദ്രന് കൊടുക്കണ്ണ കൊടുക്കേ വാസുവിനെ ചന്ദ്രൻ ഓളം ഉണ്ടാക്കുമ്പോഴേ സമയത്ത് എന്റെ കൂടെ അല്ലടാ ഇവനെന്തോ നമ്മളോടെന്തോ ശത്രുതയുണ്ട്. ഇവനിപ്പോ TG ആയിട്ടാണ് ബന്ധം. ഞാൻ സത്യം പറയട്ടെ, ഞാൻ റേഡിയോയിൽ സംസാരിച്ചപ്പോഴേ ഇച്ചായ പറയുന്നു അവന്റെ അയ്യോ എലക്ഷൻ എന്താ വയ്യാണ്, അതൊക്കെ എന്താ ഭയങ്കര ക്ഷീണം. കാലില് മുള്ളുണ്ടോ? കണ്ണില്ലാത്തവൻ ഇതിലും ആക്റ്റീവായിട്ടാണല്ലോ നടന്നു വന്നത്. അന്തമാർക്ക് ഇതിലും അന്തസ്സുണ്ടല്ലോടാ. അപ്പൊ അധികം ഇനി പറയാനൊന്നും ഇല്ല. ദയവ് ചെയ്ത് എടുത്തിയാടി ഓരോന്നും ചെയ്ത് ഗ്യാങ് സസ്പെൻഷൻ മേടിച്ചു വെക്കരുത്, മനസ്സിലായല്ലോ. അപ്പൊ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടൊക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് ഗ്യാങ് ഫണ്ട് കളക്ട് ചെയ്യാം. എത്ര പേര് വന്നു? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25. ഇനിയും വരാനുണ്ട് 10 പേര്. അതില് ഒരു സെക്കൻഡ് ഡെസ്ട്രോ 26. അണ്ണാ ഒരു ഡൗട്ടേ, ഇതിപ്പം ഗ്യാങ് ബാൻ കിട്ടിയാലാണ് ഈ പറഞ്ഞ സസ്പെൻഷൻ ഉള്ളൂ? ഗ്യാങ് ബാൻ കിട്ടിയല്ലേ? ഗ്യാങ് ബാൻ കിട്ടിയാലാണ് ഈ പറഞ്ഞ കാര്യമുള്ളൂ? അതെ. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്. ഞാൻ ഈ ലൈവ് ഈ തത്സമയം കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് #, ചന്ദ്രനൊപ്പം എത്ര പേരിട്ടോ അത്രയും ദിവസം സസ്പെൻഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. കാണാം. അപ്പൊ നിങ്ങളെല്ലാ സാധനങ്ങളൊക്കെ റെഡിയാക്കി ഓരോരുത്തർ വെച്ച് ഞാൻ ഓരോരുത്തരെ വിളിക്കാം. അപ്പൊ ചന്ദ്രൻ എന്റെ കൂടെ ഒന്ന് വരണേ അങ്ങോട്ട് വെളിയിലോട്ട്. ബാങ്കിൽ പോയിട്ട് വരണം.